അറിയാൻ മേലാത്ത ജന്തുക്കള് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കല. അകത്ത് കിടക്കുന്നതിന് കൂർക്കം വലി കേട്ടിട്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഉറക്കമില്ല. ഇതിന് ഇന്ന് ഞാൻ ഇവൻ വന്നോ? ജോസൂട്ടിയാണെ പട്ടി ഇത്ര കുരയ്ക്കത്തില്ലല്ലോ. എന്റെ ഈശോയെ, ഇനി കള്ളന്മാര് വല്ലോ വന്നോ? സൂക്ഷിക്കണം, കള്ളനാണെങ്കിൽ കൈ മാരകായുധങ്ങൾ കാണും. മാറിക്കടാ. कोई लौटा है? बाहर से आवाज सुना था. ദേഹത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല. എന്താ എല്ലാരും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനി പ്രോബ്ലം? അല്ല, പട്ടി വല്ലാതെ. ഓ, നായക്ക് ആളെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ കുര. 2 ദിവസം കഴിയുമ്പോൾ അവരും യൂസ്ഡ് ആയിക്കോളും. ആദ്യകാലത്ത് മുംബൈയിലെ ജൂഹു ബീച്ചിലും ഇതുപോലെ നായശല്യം ഉണ്ടായിരുന്നു. അതായത് 80s ലാസ്റ്റിൽ. അതുപോലത്തെ തല്ലിപ്പൊളി സാധനങ്ങളൊന്നുമില്ല. വലിയ വലിയ പട്ടികൾ, കാർണിവോറിയൻസ്, ബുൾഡോഗ്സ്, ഓരോന്നിനും ഇത്ര വലിപ്പം വരും. കിട്ടിയാ തിന്നുകൾ. അയ്യേ, അപ്പൊ ബോംബെയിലൊക്കെ ആളുകൾ പട്ടിയെ തിന്നുവാ? കപ്പ്യാർ ദേവസ്യല്ലേ? അതൊക്കെ മനസ്സിലായി. ഈ നാട്ടിൽ ഒരേ ഒരു വിട്ടിയേ ഉള്ളൂ എന്നുള്ള വിവരം എനിക്ക് നേരത്തെ അറിയാം. പട്ടിയെ തിന്ന മനുഷ്യരുടെ കാര്യമല്ല പറഞ്ഞത്, മനുഷ്യനെ തിന്നാൻ മാത്രം പോകുന്ന പട്ടികളുടെ കാര്യമാണ്. നിങ്ങളല്ലേ ഇന്നലെ? അല്ല, ഞാൻ ഇന്നലെ അല്ല, ഞാൻ പൈലി, ഫാന്റം പൈലി. ഇപ്പോ മുംബൈ ഈരാറ്റുപെട്ട മാങ്കോയ്ക്കൽ അവറാച്ചന്റെ മൂത്ത മകൻ. എന്റെ അപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ വഴിയില്ല. കാരണം എന്റെ അപ്പന്റെ ഒരു ചുക്കുമായിരുന്നില്ല, മരിച്ചുപോയി. പക്ഷേ ഫാന്റം പൈലി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം. പിള്ളച്ചേട്ടൻ, സതി, ഹേമ, കെന്നഡി, ദേവസ്യയുടെ ഭാര്യ മറിയ. ഇവിടത്തെ ജോസൂട്ടി എന്റെ അനിയനാണ്. അപ്പൊ ജോസൂട്ടിയുടെ ചേട്ടനാണല്ലേ? അല്ല, ജോസൂട്ടി എന്റെ അനിയനാണ്. മനസ്സിലായല്ലോ? അല്ല, പക്ഷെ ജോസൂട്ടിയോട് ഇല്ല. അറിയാം. ഇന്നലെ വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു. നമ്പർ ലോക്ക് ആയതുകൊണ്ട് ഒരു ചെറിയ നമ്പർ ഞാൻ തുറന്നു. ചെറുതായിട്ടൊന്നും വരണു അല്ലേ? അയ്യോ, സർക്കസുകാർക്കൊന്നും എന്നെ മുതലാകത്തില്ല. ഐ എം വെരി കോസ്റ്റ്ലി. ഞാനൊരു നടനാണ്. ഐ എം ആൻ ആക്ടർ, ഹിന്ദി ഫിലിം ആക്ടർ. ഹിന്ദി നടനോ? ഈ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്നത് പോലെ? ഇത് അതുപോലത്തെ നടനമല്ല. ഒരു കണക്കിന് അമിതാഭ്ജേക്കാൾ കേമനാണ് പൈലി. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും ഫാൻ പൈലിക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഐ എം എ സ്റ്റണ്ട് ആക്ടർ. സ്റ്റണ്ട് ആക്ടർ എന്ന് പറയുമ്പോ ഈ മടിക്കണ്ട, പറഞ്ഞോളൂ. അത് തന്നെ, ഡൂപ്പ്, പകരക്കാരൻ. ബോളിവുഡിലെ പിത്തക്കാടികളായ അമുൽ ബേബികൾക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഞാനാ. അപ്പൊ അകത്തൊറ്റയ്ക്ക് കാട്ടാകുസ്തിയായിരുന്നല്ലേ? ഏയ്, അത് വെറും ചോട്ട വാമിംഗ് അപ്പ്. ചെറിയൊരു ആക്സിഡന്റ് പറ്റി, അസ്ഥി ഒന്ന് പൊട്ടി. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ജോസൂട്ടി വരുന്നത് വരെ നമുക്ക് നല്ല അയൽക്കാരായിട്ട് കഴിയാം. ആരെങ്കിലും വിട്ട് ബദാം ഉണ്ടോ? ബദാം ആൽബദാം. ഓക്കെ, വേണ്ട. ചെറുപേരുണ്ടോ? നല്ല ചെറുപേര്, കരടില്ലാത്തത്. 2 സ്പൂൺ ചെറുപേരെടുത്ത് കുടിച്ച് കാപ്പിയിലിട്ട് കൊണ്ട്. ചെറുപേര് ബദാമിന് പറ്റിയ ഡൂപ്പാണ്. പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ കുളിക്കാം. ഇവനെ വെച്ചൊരു കളി കളിക്കാം. എന്ത് കളി? പോടാ. കാണാൻ കൊള്ളാന്ന ആമ്പിള്ളേരെ വളക്കില് മാത്രമല്ല, മോഷണം ഉണ്ടല്ലേ നിനക്ക്? കാപ്പി തരാൻ വന്നതാ. പയറുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങൾക്കായിട്ട് കൊണ്ടുവന്നതാ. അല്ലടേ, അപ്പുറത്തെ ദേവസിക്കും പെമ്പറത്തിനും കൊണ്ടുവന്നതാ.
എന്റെ അമ്മ വീട് ഓണാട്ടുകരയാ. അതിന്? ബന്ധുവീട്ടിൽ നിന്ന് ആള് വന്നാ അവിടെയൊക്കെ മധുരം കൊടുക്കും. എന്നാലും എന്റെ ചെറുക്കന് ഇത് എന്നാ പറ്റി എന്റെ കർത്താവേ? ഈ നത്തോലി പോലെ ഇരിക്കുന്ന സാധനത്തെ പറ്റിയാണല്ലോ ഇവൻ മേനകയാണ്, രംഭയാണ്, തിലോത്തമയാണെന്നൊക്കെ എനിക്ക് എഴുതിയത്. ഇതെന്നതാ പക്ഷെ നീ കാണിക്കുന്നേ? എന്തൊക്കെ പറഞ്ഞാലും നല്ല കൈപ്പുണ്യുള്ള കൂട്ടത്തില. നല്ല ആസല കാപ്പി വെറുതെ അല്ല ജോസൂട്ടി വീണത്. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നല്ല വീട്ടുഭക്ഷണം കഴിച്ച് ശീലമില്ല. നോയമ്പൂടലും സ്കൂളടപ്പിനും ഒക്കെ വല്ല സ്വന്തക്കാരെ വീട്ടിലും പാർക്കാൻ പോകുമ്പോഴാ ആകെ ഒരു ആശ്വാസം. ഇനിയിപ്പോ അവനെങ്കിലും വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ? എന്നതാ? പറഞ്ഞാ ദേഷ്യപ്പെടുവോ? എന്റെ കർത്താവേ, അവൻ വല്ല ഔദ്യവും കാണിച്ചോടി? അതൊന്നും അല്ല. പിന്നെ എന്നതാ? മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ ഒന്ന് പറ വെച്ചേ. അത് ഏത്? ഈ കാപ്പിട്ടത് ഞാനല്ല, പിന്നെ ചേച്ചിയാ. ശാപത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലിന്റെ കാര്യം അറിയും മറ്റേ അറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് വേം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവരെ കണ്ട് പേടിച്ചു കുറച്ച് പച്ചവരെ പോലെയായി. ഒന്ന് വേഗം ആട്ടണക്കരടേ പറയ കൊച്ചേ, നീ ഒന്ന് അറിഞ്ഞു പിടിച്ച പെണ്ണേ. അവിടെ വായന തീരാറോ? പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ, ഇനി സ്വർഗാരോഹണം കിടക്കുന്നു. തീറ്റ കുശുമ്പത്ത് ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടവളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളി അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലുള്ള ഒരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുകയെന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാൻ തവിടില്ലാത്തവൻ പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മൾ തവിടാണ് പിണ്ണാക്കാണാ തിന്നണെന്ന് ആ പന്നി എങ്ങനെ അറിയാനാണ്? ആയിരത്തോളം മതി, എടുത്തോ. നീ ആ മറപ്പരെ പോയി ഇത്തിരി തുള്ളിനീല എടുത്തോണ്ട് വന്നടാ. അതെന്തിനാണ് നീലം? നീ തുണി അലക്കാൻ പോണ? അല്ലെന്നേ, അയാൾക്കുള്ള കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നുകയല്ല, എളുപ്പം അങ്ങ് മട്ടും. അയ്യോടിയേ, നിങ്ങൾ പേടിക്കാതിന്റെ മനുഷ്യന് രുചി വ്യത്യാസം തോന്നുകയല്ലെന്ന്. എന്റെ കർത്താവെ, നീലം തിന്നവന്റെ വയറിളകി ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ചേർത്തൊക്കെ മതി, വേഗം വിളമ്പ്. ആണ്ടെ പൈലി ബച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാ, ഫാന്റം പൈലി. ആ, അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളൂ. അല്ലപ്പച്ചാ, ഈ ഫാന്റും സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജഡ്ഡി അകത്തിടും, ഫാന്റം പുറത്തിടും. അപ്പൊ മുണ്ടെടുക്കല്ലേ? അയ്യേ, വേഗം എടുത്തു. എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലഭ്യം? ചെറുതെന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായേ, പണികൾ എമ്പടി തീരാൻ കിടക്കുമല്ലയോ. അതിന്റെ അടിയിൽ ശകേലങ്ങ് വെച്ചേര്. എന്റെ പൊന്നു പൈലി വെച്ചാ ചതിക്കരുത്. ഒരെണ്ണം കഴിച്ചത് നേരാണ്. പിന്നെ ഈ മിറ്റം നിറയെ വാളാ. ഈ മഞ്ഞത്ത് എന്നെ കൊണ്ടത് കോരാൻ മേലേ. ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ തള്ള ആനമർദ്ദായ. ദേ, അതുമേരിക്കണ മുഴുവൻ കഴിച്ചേച്ചി മറിയപ്പെണ്ണ് ഇതിലെ വയറ് പോലെ നടക്കും. അറിയാവാ? എന്താ കാണണോ? വേണ്ടേ, നീ നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി. ഇതെന്നതാ ഒന്നും കഴിക്കാത്തെ? കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലയോ? മൻ ചങ്കാത്തോ ഗളോത്തി മെ ഗംഗ. അയ്യോ, ചങ്കി പിടിച്ച വെള്ളം കുടി. അല്ല, മൻ ചങ്കാത്തോ ഗളോത്തി മെ ഗംഗ എന്ന് വെച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് അർത്ഥം. ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ? ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെയും. ഞങ്ങള് നല്ല ഒന്നാന്തരമായിട്ട് മൻ ചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത്. അതെ, അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം. സത്യാരും പറഞ്ഞ ഹിന്ദിയല്ല, ലിപിയില്ലാത്ത ഏതോ മറുഭാഷയാണ്. മതിയാക്കിയോ? ഇതൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നു മറിയപ്പങ്ങളെ, മതിയേ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിച്ചാ പിന്നെ നാളെ എന്നാ ചെയ്യും? അയ്യോ, എന്റെ ഇഷ്ടകാലം. നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും സത്യക്രിസ്ത്യാനികളല്ലേ എന്റെ പൈലി വച്ച. ഞാനും എന്റെ പെമ്പർനോത്തിയും കൂടി ആ കൊച്ചു കോഴിക്കോടിന്റെ അകത്ത് കിടന്ന് നരയിക്കുമ്പോ ഈ നക്കി നായരും ഫാമിലിയും കൂടി പള്ളി പോയി ബംഗ്ലാവിൽ കിടന്ന് സൂഹിക്കുന്നത് ന്യായമാണോ? അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്, അളിയൻ എന്നേലും ഒരു നമ്പർ ഇട്ട് അവരവിടെ നിന്ന് കണ്ടോ, ആശാനാണ് ഡൂപ്പാണെങ്കിലും കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അവരവിടെ നിന്ന് ഒഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ കിടന്ന് അടിച്ചു പൊളിക്കാന്ന്. ഇനി അഥവാ നമ്പറൊന്നും ഏറ്റില്ലെങ്കിൽ ആശാന 2 പെമ്പിള്ളേരൊന്ന് തോണ്ടി ഇച്ചിച്ചയക്കോ.
അളിയൻ സ്ട്രോങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഞാനും കൂടെ. താങ്ക് യു. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. शहनाई मेरे दिल के दुआ दीजिए. സാലാ ദേവസ്യ, രണ്ടു തുടം കള്ളും രണ്ടു ലക്ഷം കോഴിയിറച്ചി നിന്ന് പൈലിക്ക് വില പറയാൻ വന്നിരിക്കുന്നു. കള്ള സൂവറെ. ആ കപ്പയാരോട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ലേ പറഞ്ഞേക്കാം. എന്ത് കൂട്ട്? അയാള് ചുമ്മാ ചുമ്മാ തന്നാന്ന് കരുതി കിട്ടിയതൊക്കെ വലിച്ചവര് തിന്നണോ? ആഹാ, അത് ശരി. അപ്പൊ കുടിയുണ്ടല്ലേ? ജോസൂട്ടിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഇല്ലാത്തതേ ഭാഗ്യം. ആരുടെ ഭാഗ്യം? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാഗ്യം. അതിന് നിനക്കെന്ത് കാര്യം? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാല കണ്ടപടി കട്ടിപ്പൂടിടാ. ലൈക്ക് ആ 1 ആ 4 ആ 3 ആ. എടി ഹേമേ, എന്നാ പിന്നെ ആ പീതാംബരന്റെ കള്ളു ഷാപ്പൂടെ ചെന്ന് അടിച്ചു വാരി കൊടുക്കടി. ഓസിന് കഴിക്കുന്നവർ കുറവായതുകൊണ്ട് അവിടെ ഇത്രയും വൃത്തികേട് കാണുകയല്ല. നിന്റെ പേരെന്താടി കൊച്ചേ പറഞ്ഞത്? താൻ പോടോ. അവിടെ നിൽക്കാലോ. പൈലിയെ കയറി ഇടോപോടോ എന്നൊക്കെ വിളിക്കാനുള്ള പ്രായം അമ്മച്ചിക്ക് ആയെന്നറിയാം. കൊപ്പിയോർട്ട് വേണം കൊടുക്കാൻ. ആൻഡം പൈലിക്ക് തോണ്ടാൻ പറ്റിയൊരു ചാലക്ക്. വെറുതെ അല്ലടി വയസ്സ് 10-24 നീ ഇങ്ങനെ കെട്ടാമങ്കയായിട്ട് നിന്ന് പോയത്. ഞാനേ ഇവിടെ ചേട്ടനാ. എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവള്. ഇവിടെയും ജോസൂട്ടിനും കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ചേട്ടന്റെ മുറി അനിയന്റെ പെമ്പിള അടിച്ചു വാരിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ലടി ഇവിടക്കെ. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ ഈരാറ്റുപേട്ടയിലോട്ട് കെട്ടിച്ചു വിട്ട അവളുമാര് പിന്നെ പാലാതി രൂപതയുടെ സ്വത്താ. ഞങ്ങളുടെ മെത്രാച്ചന്റെ കീഴിലുള്ള പെമ്പിളമാർക്ക് ചില കുടുംബ മര്യാദകളൊക്കെ ഉണ്ട്. അവരെ വേണ്ടി വെച്ചുവിളമ്പലും പെറിയിലും പള്ളിപ്പോക്കും മാത്രമല്ല, അവര് ഛർദിലും കള്ളൊഴിച്ചു കൊടുക്കും, ബീഡി കത്തിക്കും, പ്രായമായ അപ്പനമ്മയെ നോക്കും. നോമ്പ് വിടലിന് പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് ആമ്പ്രന്നോന്റെ കൂടെ ഒതുക്കത്തി രണ്ടെണ്ണം അടിച്ചെന്നും വരും. മനസ്സിലായോ? അതുകൊണ്ട് നോക്കിയും കണ്ടു ഒതുങ്ങിയും ബഹുമാനിച്ച് നിന്നോണം. ഇല്ലെങ്കിലേ നീ പെറും. കേട്ടല്ലോ? ഇനി എന്റെ കൂടെ ജോലിക്കും. ചേച്ചിക്ക് വലിയ വിഷമായി. അത് വെറും പാവാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ കൊച്ചെ. ഇക്കണക്കിന് മനസ്സറിഞ്ഞ് പൈല് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇവള് ഈ പോണ പോക്ക് നേരെ മടത്തി പോയി ചേർന്നല്ലോ. നീ പോ. എന്താ കൊറേ നേരമായാലോ താൻ മര്യാദക്ക് ഇരിക്കട്ടോ? എന്തോ കൊറേ നേരം ഇവന്മാര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കാ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? സിനിമ കാണാൻ വന്നാണെ കണ്ടേ ചെണിച്ചു പോടാ. പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാ ഏട്ടാ ഇതിന്റെ അകത്ത് കയറിയത്. ഓ, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തുളയെന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ, അല്ല അതിനകത്തിരിക്കുന്ന പെമ്പിളരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. താൻ തന്നെ കാര്യം നോക്കണോ? അതേടാ, ഇത് എന്റെ കാര്യം കൂടിയാ. ഇരിക്കടോ അവിടെ. പോടെ. മനുഷ്യനെ മര്യാദയ്ക്ക് സിനിമ കാണാൻ സമ്മതിക്കലെന്ന് വെച്ചാൽ ഒരു മുഴുത്ത പടം. എന്നാലും പൈൽ വെച്ച് നല്ല പണിയാ കാണിച്ചത്. ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്രയുടെ പടം ഷക്കീലയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു. അത് നശിപ്പിച്ചില്ലേ? അയ്യോടിയേ, നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്യാൻ നോക്ക് വേണം. പടം കഴിച്ചിട്ട് തരാം.
ഞങ്ങളെ കുറച്ച് പേരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട ഉറപ്പിച്ച ഫാന്റം ബൈലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാർ ആരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിതാവ് ഞാൻ കലക്കും. പൈലി വെച്ചപ്പോ ഞാനില്ല കൂടാ.